നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു കറുത്ത പൂച്ച അങ്ങനെ കുറുകെ ചാടിയോ? ഞാൻ ശ്രദ്ധിച്ചില്ല. നീ ശ്രദ്ധിക്കില്ല, എനിക്കറിയാം. ഒരു പൂച്ച കുറുകെ ചാടി. ഇനിയിപ്പോ അതിന്റെ ശകുനപ്പഴ ഇന്ന് മുഴുക്ക ഞാൻ അനുഭവിക്കണം. അല്ല, ഇതെന്താ ഇവിടെ നിൽക്കുന്നത്? സാരി ഒന്നും കാണണ്ടേ? പൊന്നൊരുക്ക് നടത്ത പൂച്ചക്ക് എന്താ കാര്യം? എനിക്ക് സാരിയെ കുറിച്ചോ ചുരിദാറിനെ കുറിച്ചോ വലിയ പിടിയൊന്നുമില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുള്ള ഒരു സാരി എടുത്തോ, അതാ എളുപ്പം, അതാ നല്ലത്. ഹരിച്ചേട്ടാ, പട്ടുസാരിയുടെ കാര്യത്തില് ഡിസൈനിനെക്കാളും നിറത്തെക്കാളും ഒക്കെ പ്രധാനം അതിന്റെ വിലയാ. പെണ്ണിനെ അവളുടെ ഭാവി വരന് എത്രത്തോളം ഇഷ്ടമാണെന്നതിന്റെ അളവുകോല ഈ കല്യാണപ്പുടവ. അതറിയില്ലേ ചേട്ടന്? ഇവൾ ഇപ്പൊ പറഞ്ഞ ഈ അളവുകോല് ഒരു പ്രശ്നമാക്കാൻ പറ്റുമല്ലോ. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇതിപ്പോ ഇവളുടെ ഒരു പുതിയ നമ്പറാണോ? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്തെന്ന് ചോദിച്ചതിനുള്ള ട്വിസ്റ്റ്. എന്താ ചേട്ടാ വല്ലാത്തൊരു ആലോചന? ഒരാലോചന ഇല്ലാതെ പുടവയുടെ വിലയും എന്റെ സ്നേഹവും തമ്മിലാണ് കമ്പാരിസൺ എന്ന് വെച്ചാ അതിന് ഒരു പരിധിയില്ല. സ്കൈ ഈസ് ദ ലിമിറ്റ്. നിനക്ക് ഇഷ്ടമുള്ള തുകയ്ക്കുള്ള സാരി എടുത്തോ, എനിക്ക് പരിപൂർണ സമ്മതം. എടാ മോനെ, നിന്നെ ഇന്ന് ഞാൻ മൂക്കൊണ്ട് ഇക്ഷ ഇഞ്ഞ ഇക്രാന്ന് പാരപ്പിച്ചു തരാം. ഹരിച്ചേട്ടാ, സ്കൈ ഈസ് ദ ലിമിറ്റ് എന്നിങ്ങനെ ചുമ്മാ ഒന്നും പറയല്ലേ. പിന്നെ ഇൻവിറ്റേഷൻ കാർഡിന്റെ കാര്യത്തിലുണ്ടായ പോലെ ആകെ കുഴപ്പമാവും. പട്ടുസാരിയുടെ വില കൂടി പോയിന്നും പറഞ്ഞ് പ്രശ്നമാക്കരുത്. എന്തു ആതിരേ പറയുന്നേ? ഇൻവിറ്റേഷൻ കാർഡ് പോലെയാണ് പുടവ. ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ നമ്മുടെ സ്നേഹത്തിന്റെ അടയാളം പോലെ ഉണ്ടാവില്ലത്. ശരി ശരി, അങ്ങനെ തന്നെ ആവട്ടെ. ചേട്ടന്റെ ആഗ്രഹപ്രകാരം വിലയൊന്നും പ്രശ്നമാക്കാതെ ഒരു സാരി അങ്ങ് സെലക്ട് ചെയ്തേക്കാം. ഓക്കെ? ഡബിൾ ഓക്കെ. വലിയേട്ടനെ കണ്ടോ ചേച്ചി? ആ കണ്ടു. വലിയേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ? വരുമായിരിക്കും. ഏതായാലും എന്നോട് സാരി സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു. മോളെ, വേഗം നല്ല സാരി നോക്കി സെലക്ട് ചെയ്യും. അതിങ്ങെടുത്തേ. അത് നോക്കി. വാസു വന്നേ, ഇതുകൂടെ എടുത്തോ. അതെ, നമ്മൾ കൊണ്ടുവന്ന കാശ് ശേഖരന് കൊടുത്തേക്കാം. അതിങ്ങതാ. ശേഖര, ശേഖര, നീ വന്നേ. എന്താ ശിവ? മൊത്തം ചെലവിന്റെ പകുതി പണം തരാമെന്ന് പറഞ്ഞിരുന്നില്ല, അതാണിത്. അത് നേരിട്ട് തന്നെ കൊടുത്താ മതി. തിരക്കില്ല അങ്കിൾ, പിന്നീട് വാങ്ങാലോ. ഇവിടെ വെച്ച് തരാമെന്ന് ഞാൻ ശേഖരനോട് പറഞ്ഞിരുന്നത്. എല്ലാ ചെലവും പകുതി പകുതി എടുക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. ഇത് 8 ലക്ഷം ഉണ്ട്. ഇത് ഹരിയുടെ കയ്യിലിരിക്കട്ടെ. ഈ മനുഷ്യനിപ്പോ എത്രയും പണം എവിടെ നിന്ന് കിട്ടി? ആധാരം ഇപ്പോഴും എന്റെ കൈവശം. ഈ പണത്തെക്കുറിച്ചൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഇത് കാശ് തന്നെയാണോ അതാ മറ്റെന്തെങ്കിലും സൂത്രോ? സരോജം, ഒന്നിങ്ങ് വന്നേ, വാ. സരോജം, എന്ത് ചേച്ചി? ഇപ്പൊ ഞാൻ നിന്നോട് പറയാൻ പോകുന്ന കാര്യം അതീവ രഹസ്യം. പലതവണയായി ഞാൻ നിനക്ക് പല ഉപകാരങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്, ഇല്ലേ? അതൊക്കെ എന്തിനാ ചേച്ചി ഇപ്പൊ ഇവിടെ വെച്ച് പറയുന്നേ? അതൊന്നും മറക്കുന്നവളല്ല ഈ സരോജം. അതെനിക്കറിയാം. നിന്നെ കൊണ്ട് എനിക്കിപ്പോ ഒരു ആവശ്യമുണ്ട്. നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി. അതാ അപ്പുറത്തിരിക്കുന്ന ആ ഹരീഷ്ണനെ നോക്കിയേ. അവന്റെ കയ്യിലിരിക്കുന്ന കവർ കണ്ടില്ലേ? അത് എങ്ങനെയെങ്കിലും നീ കൈക്കലാക്കണം. മോഷ്ടിക്കാനോ? എന്താ ചേച്ചി പറയുന്നേ? ഞാനിങ്ങനെ ഹരിയുടെ കയ്യിൽ നിന്ന് അതെടുക്കും? ഇങ്ങനെയൊന്നും പറയില്ലേ ചേച്ചി? വേണം, നീ അത് ചെയ്തേ പറ്റൂ. അവനെ തന്നെ നോക്കി നിന്ന് അവന്റെ ശ്രദ്ധ മാറുമ്പം നീ അത് സൂത്രത്തി എടുക്കണം. ആ സഞ്ചിയിൽ എന്താ? അതറിയാനാ അത് എടുത്തു മാറ്റാൻ പറഞ്ഞത്. കാശാണെന്ന് ശിവേട്ടൻ പറയുന്ന കേട്ടു. അത് സത്യമാണോന്നറിയണം.
അതിനാ ഇപ്പൊ നിന്റെ സഹായം തേടുന്നത്. പക്ഷെ ചേച്ചി അത് കാശാണെങ്കിൽ ഞാൻ അഴി എണ്ണി കിടക്കേണ്ടി വരും. എന്നോടിത് പറയില്ലേ ചേച്ചി, എനിക്ക് പേടിയാവുന്നു. നിന്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി ഞാൻ തന്ന 25,000 രൂപയുടെ കാര്യമൊക്കെ നീ മറന്നോ? നീ ഒരു കാര്യം ചെയ്, ആ 25,000 രൂപ നീ അങ്ങ് തിരിച്ചു തന്നേക്ക്. അതെങ്ങനെയാ ചേച്ചി? പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ ചേച്ചി? അതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ നീ ആ കവർ എങ്ങനെയെങ്കിലും കൈക്കലാക്കി നേരെ വീട്ടിലേക്ക് പോ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ 25,000 രൂപ നീ മോഷ്ടിച്ചതായി ഞാൻ കേസ് കൊടുക്കും. അപ്പൊ നീ അഴിയണം. ഇപ്പൊ നീ അത് ചെയ്താ നിനക്കൊരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. എന്നെ ഇങ്ങനെ കഷ്ടത്തിലാക്കില്ല ചേച്ചി. ഒരു കഷ്ടം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതുപോലെ ചെയ്. ദേ, അതിന്നൊരു പങ്ക് നിനക്ക് ഉറപ്പാ. ഇത് നോക്ക്, ചേച്ചി ഇത് നല്ലതല്ലേ? ഇത് നല്ലതാ ചേച്ചി. അപ്പൊ ഇതോ? രണ്ടുപേരും കൂടി ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഒരു സാരിയല്ലേ എടുക്കാൻ പറ്റൂ. എല്ലാരും കൂടെ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ. ആദ്യം തെരഞ്ഞെടുക്കട്ടെ. സെലക്ട് ചെയ്തു. ദേ, ഈ സാരിയെ എനിക്ക് നല്ല ഇഷ്ടായി മുത്തശ്ശി. ഇഷ്ടമായെങ്കിൽ ഇത് എടുക്കാം മോളെ. എന്താ ഇതിന്റെ വില? 10,000 മുത്തശ്ശി. അത് വളരെ കുറഞ്ഞു പോയി. കല്യാണ സാരിയല്ലേ, കുറച്ചുകൂടെ വിലയുള്ളത് നോക്കുമോളെ. അച്ഛൻ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നേ? ആദ്യക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടെ. അത് ഇഷ്ടമായെങ്കിൽ അത് തന്നെ എടുത്തു. അതിന് വെറും 10,000ന്റെ സാരി എടുത്തോളാനോ? നിങ്ങളുടെ അച്ഛമ്മ പറഞ്ഞത് കേട്ടില്ലേ, കൂടുതൽ വിലയുള്ളത് എടുക്കാൻ. അതിനിടയ്ക്ക് എന്തിനാ ഈ കല്യാണ പയ്യന്റെ ഇടപെടൽ? ഞങ്ങളെന്താ ദരിദ്രവാസികളെന്ന് വിചാരിച്ചോ? വെറും 10,000ന്റെ പുടവയാണ്. 10,000ന്റെ പുടവ. ശിവേണ്ണ ഇതിൽ ഇടപെടണ്ട. ഇത് പെണ്ണുങ്ങളുടെ കാര്യ. അമ്മേ, എനിക്ക് ഇത്ര വിലയുടെ സാരി മതി. നീ മിണ്ടാതിരിക്കെ.